കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ശക്തമായിട്ടുള്ള നയതന്ത്ര തിരിച്ചടിയുമായി കുവൈറ്റ് ഭരണകൂടം. ഇറാന്റെ പ്രകോപനങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് കുവൈറ്റ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുകയാണ്. രാജ്യത്തുള്ള 2 ഇറാനിയൻ നയതന്ത്ര പ്രതിനിധികളെ കുവൈറ്റ് പുറത്താക്കി. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇവർ രാജ്യം വിട്ടു പോകണമെന്നാണ് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയുള്ള ഈ ഒരു അടിയന്തര നടപടി ഉണ്ടാകുന്നത്. ഇന്നലെ പുലർച്ചെ മുതൽ ആരംഭിച്ചതാണ് കുവൈത്തിന് നേരെയുള്ള ഇറാന്റെ ആക്രമണം. നിർത്താതെയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇറാന്റെ കടന്നുകയറ്റം. ഈ പൈശാചികമായിട്ടുള്ള ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും 63ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മേഖലയിൽ ഇറാൻ നടത്തുന്ന ഇത്തരം അനാവശ്യ പ്രകോപനങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാൻ ഒരുങ്ങുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇറാന്റെ ഈ ഒരു നീക്കം കുവൈറ്റിന് നേരെ മാത്രമല്ല, ഗൾഫ് മേഖലയുടെ ആകമാനമുള്ള സമാധാനത്തിന് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് അറബ് രാജ്യങ്ങൾ കാണുന്നത്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും മേലെ കടന്നു കയറാൻ ആരെയും അനുവദിക്കില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശം നൽകുന്ന കുവൈറ്റിന്റെ ഈ നീക്കം ഇറാനെതിരെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ വമ്പൻ നീക്കങ്ങളുടെ തുടക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു ഇന്ത്യക്കാരന്റെ ജീവൻ പൊലിയാൻ കാരണമായിട്ടുള്ള ഈ ആക്രമണത്തെ ഇന്ത്യയും വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. വരും മണിക്കൂറുകളിൽ ഇറാനെതിരെ ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഉപരോധങ്ങളിലേക്കും സംയുക്ത നയതന്ത്ര നീക്കങ്ങളിലേക്കും കടക്കുമെന്നാണ് സൂചന. മേഖല വീണ്ടും ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ഗൾഫ് രാജ്യങ്ങളുടെ നീക്കങ്ങളെ ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.